നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാനും ഹിസ്ബുള്ളയും കൂടി തീക്കളിക്ക് തുടക്കമിട്ടു. ഒരു വമ്പൻ പ്ലാൻ ഇറക്കി. എന്നാൽ അത് അടപടലം ചോർത്തിയിരിക്കുകയാണ് ഇസ്രയേൽ ഇന്റലിജൻസ് ഏജൻസി. ഇസ്രയേൽ ഇന്റലിജൻസ് ഏജൻസി ചില നിർണായക വെളിപ്പെടുത്തലുകൾ ഭരണകൂടത്തിന് കൈമാറി. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെ യുദ്ധകാല മന്ത്രിസഭയിലെ ഉന്നതരെ വധിക്കാൻ ഹിസ്ബുള്ളയോട് ഇറാൻ ഉത്തരവിട്ടിരിക്കുന്നു. ഇറാന്റെ ഒറ്റ ബുദ്ധിയാണ് ഇതിന് പിന്നിൽ കളിച്ചത്. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ളയോട് ഇക്കാര്യം ആവശ്യപ്പെട്ടുവെന്നാണ് വിവരം. ഇസ്രയേൽ സൈനിക തലവനെയും മൊസാദ് തലവൻ ഉൾപ്പെടെ ചാരസംഘടനയുടെ പ്രമുഖരെ ഇല്ലാതാക്കാനാണ് ഉത്തരവിട്ടിരിക്കുന്നത്. ഒരേ സമയം ഇത് നടപ്പിലാക്കണമെന്നും ഇതോടെ ഇസ്രയേൽ ഭരണകൂടം ഞെട്ടുമെന്നും എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന സമയത്ത് കയറി അടിക്കണമെന്നുമാണ് നിർദ്ദേശം. ഇറാനും ഹിസ്ബുള്ളയും വിവരങ്ങൾ കൈമാറുന്നത് ഇസ്രയേൽ ഇന്റലിജൻസ് ചോർത്തി. ഒന്നുകിൽ മിസൈൽ ആക്രമണമാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലാകും ആക്രമണം നടത്തുന്നത്. ഇറാൻ കൈവിട്ട കളിക്കാണ് മുതിർന്നിരിക്കുന്നത്. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. മൊസാദ് തലവൻ ദോഹയിലാണ്. ഗാസ വെടിനിർത്തൽ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഇസ്രയേലിന്റെ പല നേതാക്കളും കൂടാതെ മൊസാദ് തലവനും ദോഹയിലാണുള്ളത്. അദ്ദേഹത്തോട് ഉടൻ തിരികെ എത്തണമെന്നാണ് നെതന്യാഹു അറിയിച്ചിരിക്കുന്നത്. അയൺ ഡോം സംവിധാനം കൂടുതൽ മേഖലകളിലേക്ക് ശക്തമാക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരു ചർച്ച വരുന്നത് ദോഹയിലെ സമാധാന, അതായത് വെടിനിർത്തൽ ചർച്ചയുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ച ഒരു കുരുക്കായിരുന്നോ എന്നാണ് ചോദ്യം ശക്തമാകുന്നത്. അതായത് ഇസ്രയേലിന്റെ നേതാക്കളെ, പ്രമുഖ നേതാക്കളെ എല്ലാം ഖത്തറിൽ കിട്ടാനുള്ള നീക്കമാണോ ഇറാന്റെ സംഘം നടത്തിയത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഒരു കാര്യം കൂടി എടുത്തു പറയാനുള്ളത്, യഹിയ സിൻവർ ഖത്തറിൽ എത്തിയെന്ന ഒരു വിവരം മുൻപ് പുറത്തു വന്നിരുന്നു. ഇതും ഒരു കളിയായിരുന്നോ എന്നതാണ് ചോദ്യം. അതായത് മൊസാദിന് വേണ്ടത് യഹിയ സിൻവറിനെയാണ്. ഈ ഇരയെ ഇട്ടുകൊടുത്തുകൊണ്ട് ഇസ്രയേലിന്റെ വലിയ നേതാക്കളെ വലയിലാക്കാനാണോ ഇറാൻ ഇപ്പോൾ ഹിസ്ബുള്ളയെ കൂട്ടുപിടിച്ച് നീക്കം നടത്തിയത് എന്ന ചോദ്യം കൂടി ശക്തമാകുകയാണ്. ഇത് മാത്രമല്ല, ഇപ്പോൾ ഖത്തറിൽ നിന്ന് ഗാസയുമായി ബന്ധപ്പെട്ട ചർച്ചകളെല്ലാം തന്നെ ഈജിപ്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വലിയ ഒരു നീക്കം ദോഹയിൽ നടന്നു എന്നത് ഇപ്പോൾ ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞു. അപമാന ഭാരത്തിലാണ് ഇറാൻ. കാരണം ഹനിയെ വധം ഖമനേയിക്ക് നാണക്കേടുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എന്തും ചെയ്യുമെന്ന അവസ്ഥയിലേക്ക് ഇറാൻ എത്തിയിരിക്കുന്നു. ഇസ്രയേലിനെ നേരിട്ട് കയറി അടിക്കുമെന്നാണ് ഇറാൻ ആദ്യം പ്രഖ്യാപിച്ചത്. എന്നാൽ അതിന് മുതിർന്നാൽ അമേരിക്ക നോക്കി നിൽക്കില്ല. പടക്കപ്പലുകളും പോർ വിമാനങ്ങളും ഇറക്കി ഇറാൻ ചാരമാക്കും. ഈ സാഹചര്യത്തിലാണ് ഇസ്രയേലിന്റെ പ്രമുഖരെ വധിച്ച് ജൂത ഭരണകൂടത്തിന് മറുപടിയും ഒപ്പം ഇറാന്റെ നാണക്കേടും മാറ്റാനുള്ള പദ്ധതി തയ്യാറാക്കിയത്. ചെങ്കടലിൽ ഹൂതികളുടെ ചെറു കപ്പൽ അമേരിക്ക തകർത്തെറിഞ്ഞിട്ടുണ്ട്. ഹമാസിന് ആയുധങ്ങൾ എത്തിക്കാനുള്ള ഹൂതികളുടെ നീക്കമാണ് അമേരിക്കൻ സേന ഇപ്പോൾ തകർത്തെറിഞ്ഞത്. കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുകയാണ്. ഹൂതികൾ ചെങ്കടൽ വളയുമെന്നും അമേരിക്കൻ കപ്പലുകൾ മുക്കുമെന്നും വെല്ലുവിളി മുഴക്കിക്കഴിഞ്ഞു. ഒരേ സമയം കടലിലും കരയിലും ആകാശത്തും യുദ്ധം നടക്കുമോ എന്ന ഭീതി ഉയർന്നിരിക്കുന്നു. ഇസ്രയേൽ നേതാക്കളിൽ ഒരാളുടെ തല വീണാൽ ജൂതപ്പട വെറുതെയിരിക്കില്ല. എന്നാൽ ഒരു തലയെങ്കിലും എടുത്തില്ലെങ്കിൽ നാണക്കേടിന്റെ ഭാരം പേറേണ്ടി വരുമെന്ന ഗതികേടിൽ ഇറാൻ. ലബനൻ, യമൻ സംഘങ്ങളുടെ എല്ലാം പദ്ധതികളും തകർത്തെറിഞ്ഞിരിക്കുകയാണ് അമേരിക്ക. വലിയ ഭീതിയുടെ നടുവിലാണ് പശ്ചിമേഷ്യ. പുതിയ മേധാവിയെ തെരഞ്ഞെടുത്തതിന് പിന്നാലെ തന്നെ ഇസ്രയേലിലേക്ക് മിസൈലുകൾ തൊടുത്ത് പോരാട്ട പ്രഖ്യാപനം ഹമാസ് നടത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അമേരിക്കയെ കൂട്ടുപിടിച്ച് ഇസ്രയേലും ഹമാസിനെയും ഹിസ്ബുള്ളയെയും കൂട്ടുപിടിച്ച് ഇറാനും യുദ്ധമുഖത്തെത്തുമ്പോൾ ഇനി എന്തും സംഭവിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ വലിയ നീക്കങ്ങൾ നടന്നിരിക്കുന്നത്. അതായത് ഇസ്രയേലിന്റെ പ്രമുഖരെ കൊന്നൊടുക്കാൻ ഇറാന്റെ നീക്കം. ഖത്തർ ഇതിൽ പെട്ടുപോയി. കാരണം ഖത്തറിലാണ് എല്ലാ ചർച്ചകളും നടക്കുന്നത്. മൊസാദിന്റെ തലവനെ ഇപ്പോൾ അവിടെ നിന്നും മാറ്റിയിരിക്കുകയാണ്. അതായത് ദോഹയിൽ നിന്ന് അദ്ദേഹത്തെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. ഒരാപത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ, അതായത് ദോഹയിൽ വെച്ച് ഇസ്രയേലിന്റെ ഒരു നേതാവിനെ കൊല്ലാൻ ഇറാൻ പദ്ധതി മെനഞ്ഞ് നടപ്പാക്കി കഴിഞ്ഞാൽ അത് ഖത്തറിന്റെ തലയെടുക്കും. കാരണം ഖത്തറിലാണ് ഇപ്പോൾ, ദോഹയിലാണ് ചർച്ചകളെല്ലാം നടന്നിരിക്കുന്നതും ഇസ്രയേലിന്റെ നേതാക്കൾ ഉള്ളതും ഖത്തറിലാണ്.
ഈ പേടി കൊണ്ടാണോ എന്തോ അറിയില്ല, ഈജിപ്തിലേക്ക് എല്ലാ ചർച്ചകളും മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ.